കക്കുകളി നാടകത്തിന് പ്രദർശനാനുമതി നൽകരുതെന്ന് കെസിബിസി. വിഷയത്തിൽ സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും നയം വ്യക്തമാക്കണമെന്ന് കർദിനാൾ ക്ലീമിസ് ബാവ ആവശ്യപ്പെട്ടു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി വി വിനോദ നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിനോദ, വീണ്ടും ഈ കക്കുകളി നാടകവുമായി ബന്ധപ്പെട്ട വിവാദം പുകയുകയാണ്. പ്രദർശനാനുമതി നൽകരുതെന്നാണ് കെസിബിസിയുടെ ആവശ്യം. വിശദാംശങ്ങൾ. ഭവ്യ, വിവിധ ജില്ലകളിലായി ഇനിയും നാടകം അവതരിപ്പിക്കും. അതുകൊണ്ട് തന്നെ അതിന് അനുമതി നൽകരുതെന്ന ആവശ്യമാണ് കെസിബിസി മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രവുമല്ല, ന്യൂനപക്ഷ പ്രേമം, ഇങ്ങനെയാണ് ആ വാക്ക് അദ്ദേഹം ക്ലീമിസ് കത്തോലിക്ക ബാവ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുമെന്നും വലിയ പ്രേമമെന്നും പറയുന്നവർ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നു. പോഷക സംഘടനകളെ ഉപയോഗിച്ച് നാടകം അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. സന്യാസത്ത് അല്ലെങ്കിൽ സന്യാസ ജീവിതത്തിന്റെ ക്രൈസ്തവരെ സംബന്ധിച്ച് അത് ആതുര സേവനത്തിനും വിദ്യാഭ്യാസം അടക്കമുള്ള ജനക്ഷേമങ്ങൾക്ക് വേണ്ടി ഒരു ജീവിതം മാറ്റിവെക്കുന്നതാണ്. അത്തരത്തിൽ ഏറ്റവും പവിത്രമായ ഒരു കാര്യത്തെയാണ് ഇങ്ങനെ അപമാനിക്കുന്നത്. ഇത് കായികമായി ആക്രമിക്കുന്നതിന് തുല്യമാണ്. ഇതിൽ സർക്കാരും പ്രതിപക്ഷവും കൃത്യമായ നിലപാട് വിശദീകരിക്കണം. മൗനം പാലിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ മൗനം? ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരെ ഇങ്ങനെ ഇത്രയും രൂക്ഷമായ രീതിയിൽ അവരെ പരസ്യമായി തന്നെ വിമർശിച്ചുകൊണ്ടുള്ള ആക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു കലാപരിപാടിയായി ഇത് മാറുമ്പോൾ എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ, സർക്കാർ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാത്തത് അല്ലെങ്കിൽ പ്രതികരിക്കാത്തത്? ഇതിന് അനുമതി നൽകരുത്, ഇനി മറ്റൊരിടത്തും ഇത് അവതരിപ്പിക്കാനുള്ള അനുമതി നൽകരുത് എന്ന ആവശ്യം കൂടി കെസിബിസി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വലിയ വിമർശനം നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ്. അതിന്റെ തുടർച്ചയായി തന്നെ വേണം ഈ പ്രസ്താവനയും കാണാൻ. ഭവ്യ, തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ്. അതായത് വലിയ വിവാദങ്ങൾ, വലിയ പുകച്ചുറുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെയും ഉണ്ടായിരുന്നു. ഇപ്പോഴും അവർ പറയുന്നത്, അതായത് ഈ വിഷയത്തിൽ ഇതിനൊരു തീരുമാനമുണ്ടാക്കണം, രാഷ്ട്രീയ പാർട്ടികൾ വ്യക്തമായ ഈ ഒരു വിഷയത്തിലെ നയം വ്യക്തമാക്കണമെന്നാണ് കെസിബിസിയുടെ ആവശ്യം. എന്തായിരിക്കും ഇങ്ങനെയാണെങ്കിൽ സർക്കാരിന്റെ ഒരു ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ, എന്തെങ്കിലും സർക്കാരിന്റെ ഒരു വിശദീകരണം പുറത്തു വന്നിട്ടുണ്ടോ? ക്രൈസ്തവ സഭാ നേതൃത്വവും പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇതിനകം തന്നെ അവരുടെ പ്രതിഷേധം പല രൂപത്തിൽ അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ശക്തമായി ഇപ്പോൾ കത്തോലിക്ക ബാവ തന്നെ, മാർ ക്ലീമിസ് കത്തോലിക്ക ബാവ തന്നെ ഇത്തരത്തിലൊരു പ്രസ്താവനയുമായി വരുമ്പോൾ തീർച്ചയായും അതിന് വലിയ രാഷ്ട്രീയ മാനങ്ങൾ കൂടിയുണ്ട്. കാരണം പല വിഷയങ്ങളിൽ വിഴിഞ്ഞം സമരം ഉൾപ്പെടെ, തുറമുഖ വിരുദ്ധ സമരം ഉൾപ്പെടെ നടന്നപ്പോൾ അതിന്റെ ഏറ്റവും ഒടുവിൽ ഒത്തുതീർപ്പിന് മുന്നിട്ടിറങ്ങിയ വൈദികരിൽ ഒരാളാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ തന്നെയാണ് അതിൽ ഏറ്റവും നിർണായകമായത്. സഭാ നേതൃത്വത്തിന്റെ വലിയ ഇടപെടലുണ്ടായി. അതിന് പിന്നീട് മുഖ്യമന്ത്രി അടക്കം നന്ദി പറയുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ സർക്കാരിനെയും പ്രതിപക്ഷത്തെയും ഒരുമിച്ച് തന്നെയാണ് വിമർശിക്കുന്നത്. ഏതെങ്കിലും ഒരു ഭാഗത്തെ മാത്രമല്ല, മുഴുവൻ രാഷ്ട്രീയ പ്രസ്താവനകളും ഇതിൽ ഒരു നിലപാട് വ്യക്തമാക്കണമെന്ന് തന്നെയാണ് കെസിബിസിയുടെ ആവശ്യം. കാരണം സഭയെ ആകമാനം ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കലാരൂപം എന്നതിന്റെ പേരിൽ സഭയിൽ നിലനിൽക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്യസ്ത ജീവിതം, അത് സ്വാഭാവികമായും പൊതുസമൂഹത്തിന് വേണ്ടി ഒരാൾ ഒരു ജീവിതം ഒഴിഞ്ഞു വെക്കുന്നതാണ്. അവിടെ ദൈവവേല മാത്രമല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രാർത്ഥന എന്നതിനപ്പുറത്തേക്ക് ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ രംഗത്തും വലിയ സേവനം നൽകുന്ന ഒരു കാര്യമാണ്. അവിടേക്ക് എത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ പൊതുസമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യാൻ എത്തുന്ന ആളുകളുണ്ട്. അവരെയൊക്കെയും ആക്ഷേപിക്കുന്ന, പൊതുവിൽ ക്രൈസ്തവ മേഖലയെ ഒന്നടങ്കം ആക്ഷേപിക്കുന്ന നിലയിലേക്ക് പോവുകയാണ്. അവിടെയാണ് ഈ ന്യൂനപക്ഷ പ്രേമവും പ്രണയവും ഒക്കെയും പറഞ്ഞ് ഒപ്പം നിർത്താനും അങ്ങനെ ഉണ്ട്, നിങ്ങൾക്കൊപ്പം ഞങ്ങൾ ഉണ്ട് എന്ന് പറയുകയും ഇങ്ങനെയുള്ള കലാരൂപങ്ങളും അതിന് പോഷക സംഘടനകൾ വഴി വലിയ പ്രചാരം നൽകി സഭയെ ആക്ഷേപിക്കുന്ന മറ്റൊരു നിലപാട് രഹസ്യമായി സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം, ഇത് അവസാനിപ്പിക്കണം. ഇത് കായികമായി സഭയെ ആക്രമിക്കുന്നതിന് തുല്യമാണ് എന്നൊരു വാക്കാണ് ഈ പ്രസ്താവനയിൽ പറയുന്നത്. തീർത്തും സർക്കാരിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഇത്തരത്തിലുള്ള ഒരു തെറ്റായ സമീപനം സഭയോടുണ്ടാകുന്നു, ക്രൈസ്തവ ജനവിഭാഗങ്ങളോടുണ്ടാകുന്നു. ഇത് ഒഴിവാകണം. ഇതിൽ സർക്കാരും പ്രതിപക്ഷവും ഒന്നടങ്കം രാഷ്ട്രീയ പാർട്ടികളും അവരുടെ നിലപാട് വ്യക്തമാക്കണം. അല്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് കൂടി കെസിബിസി പറയുന്നു. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ്, അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകളൊക്കെയും ഉയർന്നു വരികയാണ്. ആ സമയത്ത് തന്നെയാണ് ഇത്തരമൊരു പ്രതിഷേധം. അത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഭാ തലവൻ അദ്ദേഹത്തിന്റെ വാക്കുകളായി ഇപ്പോൾ പുറത്തു വരുന്നതും. വ്യക്തമാണ്. എന്തായാലും ഈ കക്കുകളി നാടകത്തിന് പ്രദർശനത്തിന്റെ അനുമതി നിഷേധിക്കുന്നവരെ ഈ സമരവുമായി അല്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കെസിബിസി വ്യക്തമാക്കുന്നതെന്നാണ് വി വിനോദ് നൽകുന്ന റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നത്. വളരെ വേഗം തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.